ഡിയർ സ്റ്റുഡൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന അധ്യായത്തിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എ ഫിനോമിനൻ ക്യാൻ ബി അനലൈസ്ഡ് യൂസിംഗ് ഡയമെൻഷൻസ്. ദിസ് മെത്തേഡ് ഇസ് കാൾഡ് ഡയമെൻഷൻ അനാലിസിസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഡയമെൻഷൻസ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ആ അപ്രോച്ചിനെയാണ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് എവിടെയെല്ലാം ഉപയോഗിക്കാമെന്ന് പരിശോധിക്കാം. ഒന്ന്, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡയമെൻഷണലി കറക്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ആ ഇക്വേഷൻ പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളതല്ല, ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. വ്യത്യസ്തമായ സിസ്റ്റങ്ങളുണ്ട് അല്ലേ, CGS, FPS, MKS അങ്ങനെ വ്യത്യസ്തമായ സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ടു ഡെറൈവ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിനോമിനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് കോൺസ്റ്റൻസ് ഇൻ എ റിലേഷൻ. ഒരു ഇക്വേഷൻ ഉൾപ്പെട്ടുള്ള കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ഇത് മുന്നോടിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിളാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, എ ഫിസിക്കൽ റിലേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് if the dimensions of fundamental quantities are the same in each and every term on either side of the equation. ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയുന്നു. സോ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ടേമിൻ്റെയും, ഓരോ ടേം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് സിമ്പിളോ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ്റെ സിമ്പിളോ മൈനസ് സിമ്പിളോ ഇട്ടിട്ട് വേർതിരിക്കുന്നതാണ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വരുമ്പോൾ ഒറ്റ ടേമായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ വ്യത്യസ്തമായ ടേമുകൾ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 അപ്ലിക്കേഷൻസ് പരിഗണിക്കുന്നത്. ഒന്നാമത്തെ, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ. ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ്, അത് ഡയമെൻഷണലി കറക്റ്റ് ആണോ? ഡയമെൻഷണലി കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും കറക്റ്റ് ആണെന്ന് അർത്ഥം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എക്സാമ്പിൾ, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് V = U + AT. ഈ ഇക്വേഷൻ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, V = U + AT എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ V is the final velocity, U is the initial velocity, A is the acceleration and T is the time. ഇവിടെ Vയും Uവും വെലോസിറ്റി തന്നെയാണ്, A ആക്സലറേഷൻ ആണ്, T ടൈം ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ ഓരോ ടേമിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസ് ഉണ്ട്, U ഉണ്ട്, AT ഉണ്ട്. AT എന്ന് പറയുന്നത് A × T ആയതുകൊണ്ട് തന്നെ ഒറ്റ ടേമാണ്. പക്ഷേ U + AT എന്ന് വരുന്നതുകൊണ്ട് U ഒരു ടേമാണ്, AT മറ്റൊരു ടേമാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് വേറെ വേറെ എഴുതി നോക്കാം. ഡയമെൻഷൻ ഫോർമുല ഓഫ് V. ഇപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് V എഴുതുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ള V എഴുതാം അല്ലേ, m⁻0 LH1 T⁻⁻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 ⁻
സെയിം തന്നെയാണ് m⁻0 LH1 T⁻⁻1. ദെൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് എയുടെ ഡയമെൻഷൻ ഫോർമുല ആദ്യം എഴുതി നോക്കാം. m⁻0 LH1 T⁻². ദെൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് ടിയുടെ ഡയമെൻഷൻ ഫോർമുല m⁻0 LH0 T⁻1 ആണ്. നമുക്ക് വേണ്ടത് ഡയമെൻഷൻ ഫോർമുല ഓഫ് AT ആണ്. കാരണം AT എന്നുള്ളതാണല്ലോ ടേം അല്ലേ. V ഒരു ടേമാണ്, U ഒരു ടേമാണ്, AT എന്നുള്ളൊരു സിംഗിൾ ടേമാണ്. അതുകൊണ്ട് ATയുടെ ഡയമെൻഷൻ ഫോർമുലയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഫോർമുല ഓഫ് AT ഈസ് ഗിവൺ ബൈ ഡയമെൻഷൻ ഫോർമുല ഓഫ് A ഇൻറ്റു ഡയമെൻഷൻ ഫോർമുല ഓഫ് T, which is given by m⁻0 LH1 T⁻² into m⁻0 LH0 T⁻1. സോ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 + 0 0 തന്നെ വരുന്നു. ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 + 0 1 തന്നെയാണ്. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള -2 + 1 -1. സോ m⁻0 LH1 T⁻1. അപ്പോൾ ഓരോ ടേമിൻ്റെ വിയുടെ ഡയമെൻഷൻ ഫോർമുലയും യുവിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും ATയുടെ ഡയമെൻഷൻ ഫോർമുലയും യെല്ലോ ലെറ്റേഴ്സിലാണ് കാണിച്ചുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വിയുടെയും യുയുടെയും ATയുടെയും ഡയമെൻഷൻ ഫോർമുല m⁻0 LH1 T⁻1 തന്നെയാണ്.
The given equation is V is equal to U plus AT. Here, dimension formula of V equal to dimension formula of U equal to dimension formula of AT. That is, dimensions of V, U and AT are the same. So, according to the principle of homogeneity, the given equation is dimensionally correct. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. Check the dimensional correctness of V square equal to U square plus 2A square. ഇവിടെ V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി തന്നെയാണ്, U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി തന്നെയാണ്, 2 ഒരു നമ്പറാണ്, A ആക്സലറേഷൻ ആണ്, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം ആണുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസ് ആണുള്ളത്. U സ്ക്വയർ ഒരു ടേം ആണ്, 2A സ്ക്വയർ അനദർ ടേം. സോ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഫോം നമുക്ക് വേറെ വേറെ കണ്ടു നോക്കാം. ഡയമെൻഷൻ ഫോമുല ഓഫ് V സ്ക്വയർ. V സ്ക്വയർ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ ഫോമുലയുടെ സ്ക്വയർ വരണം അല്ലേ. m⁻0 l⁻1 t⁻−1 സ്ക്വയർ ആണ്. സോ ഓരോന്നിൻ്റെയും ഡയമെൻഷൻസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. m⁻0 l⁻2 t⁻−2. The dimension formula of U square. m⁻0 l⁻1 t⁻−1 സ്ക്വയർ ആണ്. വെലോസിറ്റിനെ ആയതുകൊണ്ട് വെലോസിറ്റിയുടെ സ്ക്വയറും സെയിം തന്നെ കിട്ടാം. m⁻0 l⁻2 t⁻−2. U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റിയുടെ അതേ ടേം തന്നെയാണ് കിട്ടുക. m⁻0 l⁻2 t⁻−2 തന്നെയാണ്. നോ ഡയമെൻഷൻ ഫോമുല ഓഫ് 2 ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഫോമുല m⁻0 l⁻0 t⁻0 ആണ്. ഡയമെൻഷൻ ഫോമുല ഓഫ് A m⁻0 l⁻1 t⁻−2 ആണ് നമുക്കറിയാം. ഡയമെൻഷൻ ഫോമുല ഓഫ് S സ്ക്വയർ. S സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് സ്ക്വയർ ആണ്. അപ്പോൾ m⁻0 l⁻1 t⁻0 സ്ക്വയർ, m⁻0 l⁻2 t⁻0 അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് 2A സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമുലയാണ്. കാരണം 2A സ്ക്വയർ ആണല്ലോ ഒരു ടേം. Now, dimension formula of 2A square is given by dimension formula of 2 into dimension formula of A into dimension formula of S square. മാസിന്റെ ടേം നോക്കുകയാണെങ്കിൽ 0 + 0 + 0 equal to 0 തന്നെയാണ്. അപ്പോൾ m⁻0. ലെങ്ത് നോക്കുകയാണെങ്കിൽ 0 + 1 + 2 equal to l⁻3. ടൈം നോക്കുകയാണെങ്കിൽ 0 + -2 + 0 -2. അപ്പോൾ m⁻0 l⁻3 t⁻−2 എന്നാണ് കിട്ടിയുള്ളത്. Then the given equation is V square equal to U square plus 2A square ആയതുകൊണ്ട് തന്നെ dimension formula of V square is equal to dimension formula of U square which is not equal to dimension formula of 2A square. ഇപ്പോൾ 2A സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമുലയും V സ്ക്വയറിൻ്റെ U സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമുലയും വ്യത്യസ്തമാണ്. പക്ഷേ ഡയമെൻഷൻ ഫോമുല V സ്ക്വയർ ഈക്വൽ ടു ഡയമെൻഷൻ ഫോമുല U സ്ക്വയർ ആണ്. അതുകൊണ്ട് കാര്യമില്ല. അത് 2A സ്ക്വയറും കൂടി സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇക്വേഷൻ ഡയമെൻഷനിലേക്ക് കറക്റ്റ് വരാൻ പറ്റുള്ളൂ. എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആവണം. The dimensions of each term on both sides of the equation are not the same. So according to the principle of homogeneity, the given equation is dimensionally incorrect. Dimensionally ഇത് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കറക്റ്റ് ആക്കാൻ പറ്റും. ഡയമെൻഷനിൽ കറക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഡയമെൻഷൻ ഫോമുല ഓഫ് V സ്ക്വയർ ഈക്വൽ ടു ഡയമെൻഷൻ ഫോമുല U സ്ക്വയർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് എന്തിന് ഈക്വൽ ആക്കിയാൽ മതി? 2A സ്ക്വയറിനെ ഈക്വൽ ആക്കിയാൽ മതി. അപ്പോൾ എന്താണ്, എവിടെയാണ്, ഡയമെൻഷനിലാണ് മാറ്റമെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. V സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമുലയിലും U സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമുലയിലും മാസിൻ്റെ ഡയമെൻഷൻസ് 0 തന്നെയാണ്. ടൈമിൻ്റെ ഡയമെൻഷൻസ് -2 തന്നെയാണ്. ലെങ്ത്തിന് ഡയമെൻഷൻസിൽ മാത്രമേ മാറ്റമുള്ളൂ. വെലോസിറ്റിയുടെ കേസിൽ, ഇനീഷ്യൽ വെലോസിറ്റിയുടെ കേസിൽ, ഫൈനൽ വെലോസിറ്റിയുടെ കേസിലും ലെങ്ത്തിൻ്റെ ഡയമെൻഷൻസ് 2 ആണ്. പക്ഷേ 2A സ്ക്വയറിൻ്റെ കേസിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഒന്ന് കുറച്ചാൽ മതി. 2A സ്ക്വയറിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈക്വൽ ആവും. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഒന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2A സ്ക്വയർ എന്ന ടേമിനെ ഡിസ്പ്ലേസ്മെൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2AS എന്ന് കിട്ടും അല്ലേ. 2AS വരികയാണെങ്കിൽ 2ASൻ്റെ ഡയമെൻഷൻ ഫോമുലയും U സ്ക്വയറിൻ്റെ V സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഫോമുലയും തന്നെയാണ് സെയിം ആവും. സോ ദ ഇക്വേഷൻ മേ ബി V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. അപ്പോൾ ഒരു ഇക്വേഷൻ ഇൻകറക്റ്റാന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ആക്കാനും വേണമെങ്കിൽ സാധിക്കും. നമുക്ക് ഡയമെൻഷൻ ഫോമുല ഉപയോഗിച്ചിട്ട്, നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷനെ കറക്റ്റ് ചെയ്യാനും സാധിക്കും. സോ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS മേ ബി ദ കറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്നത് അതിനെ കറക്റ്റ് ആക്കുന്നത്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ T is equal to √L/G. T is the time period of the simple pendulum. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈം പീരീഡ്. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് സാധാരണ പെൻഡുലമാണ്. ഒരു നൂല് കെട്ടി തൂക്കിയിട്ടുള്ള ഒരു കല്ല് ഇങ്ങനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആവശ്യമായ ടൈമിനാണ് ടൈം പീരീഡ് വിളിക്കുക. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T is equal to L/G എന്നാണ് തന്നിട്ടുള്ളത്.
എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പോൾ നമ്മൾ എവിടെയാണ് സസ്പെൻഡ് ചെയ്ത് അവിടെ മുതൽ നൂലിൻ്റെ അറ്റത്തുള്ള കെട്ടിയുടെ കല്ലിൻ്റെ സെൻറ്റർ വരെ ഉള്ള ദൂരമാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ടി ടൈമാണ്, അതുകൊണ്ട് തന്നെ m⁻0 l⁻0 t⁻1 ആണ്. ഡയമെൻഷൻ ഫോർമുല ഓഫ് എൽ ലെങ്ത് m⁻0 l⁻1 t⁻0 ആണ്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുലയാണ് വേണ്ടത്. m⁻0 l⁻1 t⁻2 ആണ്. നമ്മുടെ ടേം √l/g എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ √l/g ഡയമെൻഷൻ ഫോർമുല നോക്കാം. അപ്പോൾ √l/g എന്ന് എഴുതുമ്പോൾ l/g⁻1/2 എന്നാണ് എഴുതുക. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻0 l⁻1 t⁻0 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല m⁻0 l⁻1 t⁻2 ആണ്. ന്യൂമറേറ്ററിൽ മാസ് 0 ആണ്, ഡിനോമിനേറ്റർ മാസ് 0 ആണ്. അപ്പോൾ m⁻0 തന്നെ വരുന്നു. ലെങ്ത്തിൻ്റെ കേസിൽ 1 - 1 0 എന്ന് വരും. ടൈമിൻ്റെ കേസിൽ 0 - 2 0 + 2 2 എന്ന് വരും. അപ്പോൾ m⁻0 l⁻0 t⁻2 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡയമെൻഷൻസിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാസിൻ്റെ കേസിൽ 0 തന്നെ വന്നു, ലെങ്ത്തിൻ്റെ കേസിൽ 0 തന്നെ വന്നു, ടൈമിൻ്റെ കേസിൽ 2 × 1/2 1 കിട്ടി. സോ ഡയമെൻഷൻ ഫോർമുല വരുന്നത് m⁻0 l⁻0 t⁻1 എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡയമെൻഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യെല്ലോ കളറിൽ എഴുതിയുള്ളത് ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻0 l⁻0 t⁻1 ആണ്. √l/g ഡയമെൻഷൻ ഫോർമുലയും m⁻0 l⁻0 t⁻1 തന്നെയാണ്. The given equation is t is equal to √l/g. Dimension formula of t is equal to dimension formula of √l/g. So the equation is dimensionally correct according to principle of homogeneity. പക്ഷേ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പ്രാക്ടിക്കലി ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല മനസ്സിലാക്കാൻ പറ്റും. അവിടെ 2π എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ t is equal to 2π √l/g ആണ് ആക്ച്വൽ ഇക്വേഷൻ. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് t is equal to √l/g അല്ലേ. അപ്പോൾ ഇവിടുന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ച്വൽ ഇക്വേഷനോ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ 2π ഇല്ലാതെ ഇരുന്നിട്ട് കൂടി നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റായ ഒരു ഇക്വേഷൻ ആക്ച്വലി ആയിക്കണമെന്നില്ല. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായ കാര്യമാണ് വെദർ ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട് എന്ന് മാത്രമേ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെദർ ദ ഇക്വേഷൻ ഇസ് ആക്ച്വലി കറക്റ്റ് ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ 2π എന്നുള്ള ടേം ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ആ ഇക്വേഷൻ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഈ എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. Dimensional consistency is a necessary condition for a physical relation to be correct. However, it is not sufficient because of the following reasons. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി വേണം. പക്ഷേ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി കൊണ്ട് മാത്രം ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ a physical relation may be dimensionally correct but dimensionless numerical factors. Example, 2π could be wrong. Thus, dimensional check can tell you when a relationship is wrong, but it cannot tell that the relation is completely correct. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഡയമെൻഷനൽലെസ് കോൺസ്റ്റൻസ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ തന്നെ t is equal to √l/g എന്നാണ് എഴുതിയത് അല്ലേ. അവിടെ ഇപ്പോൾ t is equal to √l/g എഴുതുന്നതിന് പകരം ഞാൻ 2√l/g എഴുതിയാലും 3√l/g എഴുതിയാലും ഡയമെൻഷൻസ് ഇല്ലാത്ത ഏത് കോൺസ്റ്റന്റ് × √l/g എഴുതിയാലും നമുക്ക് ഡയമെൻഷനലി ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് തന്നെ കിട്ടും. പക്ഷേ ആക്ച്വലി ആ ഇക്വേഷൻ t is equal to 2π √l/g എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് ആക്ച്വലി കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് പരിശോധിക്കാനേ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, എ ഗിവൺ റിലേഷൻ മേ ബി ഡയമെൻഷനലി കറക്റ്റ് വിത്തൗട്ട് ഡിസ്ക്രൈബിങ് എനി ഫിസിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം, ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വെറുതെ എഴുതിണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആ ഇക്വേഷനുമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫിനോമിന തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ, F is equal to ma എന്നുള്ള നമ്മുടെ ഇക്വേഷൻ അല്ലേ. നമുക്കറിയാം ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇസ് ഗിവൺ ബൈ മാസ് ഇൻറ്റു ആക്സലറേഷൻ. F is equal to ma എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പ്രഷറിൻ്റെ ഏരിയ, P എന്ന് പറയുന്നത് പ്രഷറാണ്, A എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രഷറിൻ്റെ ഏരിയ ഫോഴ്സിന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ അടുത്ത ടേമായിട്ട് നമ്മൾ P × A എന്ന് ചേർത്ത് കഴിഞ്ഞാലും ഈ ഇക്വേഷൻ F is equal to ma + P എന്ന് പറയുന്നത് ഡയമെൻഷനലി കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇങ്ങനൊരു ഫിനോമിന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് ma + P എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ. അത് ആക്ച്വലി കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ
അത് ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ കൂടി തന്നെ യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ സിറ്റുവേഷനെ അത് റെപ്രസെൻറ്റ് ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.